അതാണ് വലിയ നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങൾക്ക് നേരെയാണ്, രാജ്യങ്ങളിലെ സൈനിക ബേസുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകുകയാണ്. അഫ്താബ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ആയത്തുള്ള അലി ഖാംനെയി ഇനിയില്ല എന്ന് ബെന്യാമിൻ നെതന്യാഹു പറയുന്നു. അവിടെ ഖാംനെയുടെ ആസ്ഥാനം തകർത്തിട്ടുണ്ട്, ജീവിച്ചിരിപ്പില്ല എന്നാണ് തെളിവുകൾ എന്നാണ് നെതന്യാഹു പറയുന്നത്. ഇനിയില്ല ആയത്തുള്ള അലി ഖാംനെയി എന്നാണ് നെതന്യാഹുവിന്റെ വാക്കുകൾ. പക്ഷേ ഇറാൻ അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. ഇറാൻ അത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി തന്നെ നേരത്തെ മുന്നോട്ട് വന്നിരുന്നു. എന്തായാലും ആയത്തുള്ള അലി ഖാംനെയുടെ പ്രസ്താവനകളോ അദ്ദേഹത്തിന്റെ വീഡിയോകളൊക്കെ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും അവകാശവാദങ്ങൾ ഇരുവശങ്ങളിലുമായി നടക്കുന്നുണ്ട്. പക്ഷെ ആക്രമണം കുറയ്ക്കില്ല, ആക്രമണത്തിന്റെ തോത് കൂട്ടും, ആക്രമണത്തിന്റെ ശൈലി മാറ്റും, ഇനിയും കടുത്ത ആക്രമണം ഉണ്ടാകും എന്നാണ് ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്. അവിടുത്തെ ഇസ്രായേലിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു വീഡിയോ അതാണ് ടെലിവിഷൻ വഴി സംപ്രേഷണം ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആയത്തുള്ള അലി ഖാംനെയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അത് സക്സസ് ആണ് എന്നാണ് ഈ ഇസ്രായേലിന്റെ വാദം. പക്ഷേ ആയത്തുള്ള അലി ഖാംനെയി പൂർണ്ണമായും സുരക്ഷിതനാണ് എന്ന് ഇറാനും പറയുന്നു. എന്തായാലും ഇനിയും അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഇനിയും മുന്നോട്ട് വരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേള കൂടി, വളരെ ചെറിയൊരു ഇടവേള കൂടി എടുത്ത് വളരെ പെട്ടെന്ന് ഈ വാർത്തയിലേക്ക് തിരിച്ചെത്താം. ബെന്യാമിൻ നെതന്യാഹുവിന്റെ അവകാശവാദവും ഇറാന്റെ തിരിച്ചടികളും എങ്ങനെ.